ഹലോ ഫ്രണ്ട്സ്, വെൽക്കം എവരിവൺ. ഐ ആം ഡിയോൺസ്. ഒരൊറ്റ വോൾട്ടേജ് സ്പൈക്ക് കൊണ്ട് നിങ്ങളുടെ 40,000 രൂപയുടെ AC-യുടെ ബോർഡ് ചിലപ്പോൾ കത്തിപ്പോകും. നിങ്ങൾ ഒരു ഇൻവെർട്ടർ AC വാങ്ങി, സ്റ്റെബിലൈസർ വേണ്ടെന്ന് ആരോ പറഞ്ഞു, അത് വിശ്വസിച്ചോ? എങ്കിൽ നിങ്ങൾ അപകടത്തിലാണ്. നിങ്ങളുടെ വീട്ടിൽ ELCB ഉണ്ട്, ഇലക്ട്രീഷ്യൻ പറഞ്ഞു സേഫ്റ്റി കംപ്ലീറ്റ് ആണ്. AC ഷോപ്പിൽ പോകുമ്പോൾ സെയിൽസ്മാൻ ഒരു കാര്യം പറയും, ഇത് ഇൻവെർട്ടർ AC ആണ്, സ്റ്റെബിലൈസർ വേണ്ട. സത്യമാണ്, പക്ഷേ ഇൻകംപ്ലീറ്റ് സത്യമാണ്. ഇൻവെർട്ടർ AC-ക്ക് ബിൽറ്റ് ഇൻ വോൾട്ടേജ് പ്രൊട്ടക്ഷൻ ഉണ്ട്, ശരിയാണ്. പക്ഷേ ആ പ്രൊട്ടക്ഷന്റെ റേഞ്ച് വരുന്നത് ഡൈക്കിൻ, LG, പാനസോണിക്, വോൾട്ടാസ് തുടങ്ങിയ AC ബ്രാൻഡുകളുടെ വോൾട്ടേജ് റേഞ്ച് എന്ന് പറയുന്നത് 160 വോൾട്ട് മുതൽ 264 വോൾട്ട് വരെയാണ്. ഓരോ ബ്രാൻഡിനും വ്യത്യാസം ഉണ്ടായിരിക്കാം. കേരളത്തിൽ വോൾട്ടേജ് 250 വോൾട്ടിലേക്ക് സ്പൈക്ക് ആകുന്ന സിറ്റുവേഷൻസും ഉണ്ട്. ആ റേഞ്ചിന്റെ പുറത്തു പോയാൽ AC-യുടെ PCB കത്തിപ്പോകും, AC-യുടെ ഇൻവെർട്ടർ കംപ്രസർ പ്രൊട്ടക്ഷൻ. പക്ഷേ ഒരു രാത്രി ചിലപ്പോൾ കറണ്ട് ഫ്ലക്ച്വേഷൻ വന്നേക്കാം. AC നോക്കുമ്പോൾ ഒരു കരിഞ്ഞ സ്മെല്ല്, 9,000-ന്റെ PCB ബോർഡ് കംപ്ലൈന്റ് ആയി. AC വാറണ്ടി കമ്പനി ആയിട്ട് സമ്മതിക്കില്ല. ELCB ഉണ്ടായിട്ട് അങ്ങനെ സംഭവിച്ചു. ഒരു V-ഗാർഡ് സ്റ്റെബിലൈസർ ഉണ്ടായിരുന്നെങ്കിൽ ഇത് സംഭവിക്കില്ലായിരിക്കും. ഈ ഒരു വീഡിയോ കണ്ടാൽ ഇനി ആരും നിങ്ങളെ കൺഫ്യൂസ് ചെയ്യില്ല. വീഡിയോ പൂർണ്ണമായി കാണും. കേരളത്തിലെ കറണ്ട് ഒരു അൺപ്രഡിക്റ്റബിൾ ആണ്. മഴ പെയ്താൽ വോൾട്ടേജ് 160 വോൾട്ടിൽ താഴേക്ക് ഇറങ്ങും. അടുത്ത വീട്ടിൽ വെൽഡിംഗ് മെഷീൻ എന്തെങ്കിലും കാരണത്തിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വോൾട്ടേജ് ഡിപ്പാകും. ഇടിവെട്ടുണ്ടായി കഴിഞ്ഞാൽ ഉടനെ തന്നെ വോൾട്ടേജിൽ ചിലപ്പോൾ ഹൈ വോൾട്ടേജ് കയറി വരും. 250 വോൾട്ട് തൊട്ട് 300 വോൾട്ട് വരെ. നമ്മുടെ നാട്ടിൽ വരുന്ന KSB ലൈൻ റീസ്റ്റോർ ആയി കഴിഞ്ഞാൽ വോൾട്ടേജ് സർജ് ആകും. ഇപ്പൊ നിങ്ങൾ ചോദിക്കും, ഞങ്ങളുടെ വീട്ടിൽ ELCB ഉണ്ടല്ലോ, അത് പ്രൊട്ടക്ട് ചെയ്യില്ലേ? ഇനി ആദ്യം ELCB-നെ കുറിച്ച് പറയാം. ELCB-ക്ക് വോൾട്ടേജ് കൂടിയാലും കുറഞ്ഞാലും AC-നെ രക്ഷിക്കാൻ കഴിയും. ELCB മനുഷ്യനെ രക്ഷിക്കുന്നു, സ്റ്റെബിലൈസർ മെഷീനെ സംരക്ഷിക്കുന്നു. ഒരു വയർ ലൂസായാൽ കറണ്ട് എർത്തിലേക്ക് ലീക്ക് ആകുന്നു. ഒരാൾ അപ്ലയൻസിൽ തൊട്ട് കഴിഞ്ഞാൽ ഷോക്ക് കിട്ടും, മരണം വരെ സംഭവിക്കാം. ELCB ഇത് ഡിറ്റക്ട് ചെയ്യും, മില്ലി സെക്കൻഡ്സിൽ ട്രിപ്പ് ആകും. ELCB പ്രൊട്ടക്ട് ചെയ്യുന്നത് ഹ്യൂമൻ ലൈഫാണ്. ഇൻവെർട്ടർ AC എന്ന് പറയുന്നത് ഒരു സ്മാർട്ട് ടെക്നോളജിയാണ്. ഇതിനുള്ളിൽ വരുന്നത് ഒരു BLDC മോട്ടറാണ്, ബ്രഷ്ലെസ് DC മോട്ടർ. ഈ മോട്ടർ കൺട്രോൾ ചെയ്യുന്നത് ഒരു PCB ആണ്, പ്രിന്റഡ് സർക്യൂട്ട് ബോർഡാണ്. ഈ PCB ഒരു സ്മാർട്ട് ഫോണിന്റെ ബ്രെയിനിനെ പോലെയാണ് കേട്ടോ. സ്മാർട്ടാണ്, സെൻസിറ്റീവ് ആണ്, എക്സ്പെൻസീവ് ആണ്. ഇതിന്റെ വില ഏകദേശം 6,000 മുതൽ 12,000 രൂപ വരെ വരും. ഇൻവെർട്ടർ AC-യുടെ ബിൽറ്റ് ഇൻ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് അത് 160 വോൾട്ട് മുതൽ 240 വോൾട്ട് റേഞ്ച് വരെ ഹാൻഡിൽ ചെയ്യും. കേരളത്തിന് ഇതിന് പുറത്ത് വോൾട്ടേജ് വരുന്നത് വളരെ കോമൺ ആണ്. ELCB ഈ സിറ്റുവേഷനിൽ ട്രിപ്പ് ആവില്ല. കറണ്ട് ലീക്കേജ് ഉണ്ടെങ്കിൽ മാത്രമേ ട്രിപ്പ് ആവുള്ളൂ. ഇപ്പോൾ ഫ്ലക്ച്വേഷൻ മാത്രമേ. ഇനി V-ഗാർഡ് സ്റ്റെബിലൈസർ എന്ത് ചെയ്യുന്നു? 4 പവേഴ്സ് ഉണ്ട്. പവർ എന്ന് പറയുന്നത് വോൾട്ടേജ് റെഗുലേഷൻ ആണ്. ഇൻപുട്ട് 90 വോൾട്ട് തൊട്ട് 290 വോൾട്ട് വരെ വരാണെങ്കിൽ വേസ്റ്റ് സിറ്റുവേഷനിലാണ് വരുള്ളൂ. ഔട്ട്പുട്ട് വോൾട്ട് സ്റ്റഡി 220 വോൾട്ട് തന്നെ ആയിരിക്കും. V-ഗാർഡ് സ്റ്റെബിലൈസറിനുള്ളിൽ ഒരു ഓട്ടോ ട്രാൻസ്ഫോമർ ഉണ്ട്. വോൾട്ടേജ് കുറഞ്ഞാൽ അത് ബൂസ്റ്റ് ചെയ്യും, വോൾട്ടേജ് കൂടിയാൽ അത് കട്ട് ചെയ്യും. OAC-ക്ക് ഓൾവേസ് അതിന് ആവശ്യമുള്ള പവർ കറക്റ്റ് ആയിട്ട് കിട്ടും. പവർ 2 എന്ന് പറയുന്നത് ടൈം ഡിലേ റീസ്റ്റാർട്ട് പ്രൊട്ടക്ഷൻ ആണ്. AC ഉടനെ സ്റ്റാർട്ട് ആകരുത്. കംപ്രസറിന്റെ ഉള്ളിലത്തെ പ്രഷർ ഈക്വലൈസ് ചെയ്യേണ്ട 2-3 സമയം എടുക്കും. സ്റ്റെബിലൈസർ ഈ ഡിലേ കൊടുക്കും. ഇല്ലെങ്കിൽ എന്ന് ചെയ്യാൻ വെച്ചാൽ കംപ്രസർ ഇൻസ്റ്റന്റ് പ്രഷറിൽ സ്റ്റാർട്ട്, അത് കത്തിപ്പോകാനുള്ള ചാൻസ്. ELCB ഇത് ചെയ്യില്ല. ഇൻവെർട്ടറിന്റെ ബിൽറ്റ് ഇൻ ടെക്നോളജിയും ഇത് ചെയ്യില്ല. സ്റ്റെബിലൈസർ മാത്രമേ ചെയ്യൂ. പവർ 3 എന്ന് പറഞ്ഞാൽ സർജ് പ്രൊട്ടക്ഷൻ ആണ്. ഒന്നെങ്കിൽ ഡിവിട്ട് പെട്ടെന്നുള്ള KSB-യുടെ വോൾട്ടേജ് സ്പൈക്ക്, സ്റ്റെബിലൈസർ ഈ സ്പൈക്ക് അബ്സോർബ് ചെയ്യും, അങ്ങനെ ഡിസ്കണക്ട് ചെയ്യും. AC-ക്ക് ഈ കറണ്ട് റീച്ച് ആവില്ല. സ്റ്റെബിലൈസറിനുള്ളിൽ കമ്പോണൻസ് ഒക്കെ കംപ്ലൈന്റ് ആവും. പക്ഷേ 2,500 സ്റ്റെബിലൈസർ കംപ്ലൈന്റ് ആവുള്ളൂ, 40,000 AC കംപ്ലൈന്റ് ആവില്ല. പവർ 4 തെർമൽ പ്രൊട്ടക്ഷൻ. AC ഓവർ ഹീറ്റ് ആയാൽ പവർ ഓഫ് ആകും. V-ഗാർഡ് സ്റ്റെബിലൈസറിൽ AC-ക്ക് റെക്കമെൻഡ് ചെയ്യുന്ന മോഡൽ പറയാം 4 kV സ്റ്റെബിലൈസർ, 400 എന്ന് പറയുന്ന സ്റ്റെബിലൈസർ 1 ടൺ AC-ക്കും 1.5 AC-ക്കും യൂസ്. 5 kV സ്റ്റെബിലൈസർ VG500 നമുക്ക് 2 ടൺ AC-ക്കും ഉപയോഗിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് ലൈക്ക് ഇടൂ, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യൂ. നിങ്ങളുടെ വീട്ടിൽ ELCB ഉണ്ടോ, സ്റ്റെബിലൈസർ ഉണ്ടോ, കമന്റ് ചെയ്യൂ. അടുത്ത വീഡിയോ ആയി വരുന്നവരെ ബൈ.